എക്സ്പ്ലനേഷൻ വേണ്ടിയിട്ടിരുന്നു. അതിലിപ്പോൾ ഒരു സൈഡ് മാത്രം കേട്ടിട്ട് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുന്നുണ്ട്, ഓരോ കാര്യങ്ങളും ഞങ്ങളെ കുറ്റപ്പെടുത്തി പറയുന്നുണ്ട്. അപ്പോൾ ഒരു സൈഡ് മാത്രം കേട്ടിട്ട് വന്നു കൈയൊക്കെ ചതഞ്ഞ് ദേഹം ഫുള്ള് കിട്ടിയതിന്റെ തലയിലൊക്കെ ഇട്ട് എനിക്ക് അന്ന് വന്നവൻ എന്താ നടന്നു പോലും എന്റെ ബാക്കിങ് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ വെച്ചു കൊടുത്തു. അവൻ അടിക്കാൻ വേണ്ടിട്ട് ഇഷ്ടം പോലെ എനിക്ക് എണ്ണമില്ല, എന്നെ അടിച്ച് എനിക്ക് എണ്ണമില്ല. എത്രത്തോളം വയലൻസ് ആണ് എന്റെ വീട്ടിൽ നടന്നതെന്ന്. എന്നിട്ട് ഇത്രയും ഞാൻ സഹിച്ച് ഇത് കഴിഞ്ഞതിന് ശേഷം മുതലേക്ക് മുതലേക്ക് അപ്പം തുടങ്ങിയ വൈറ്റുവേനാണ്. അന്ന് തൊട്ട് തുടങ്ങിയ വൈറ്റുവേനാണ്. ഇത് നടന്നതിന്റെ 4 അന്നാണ് മുതലേക്ക് വാട്ടർ ബ്രേക്ക് ആവുന്നത്. പ്രവീൺ, പ്രണവ് എന്നീ 2 സഹോദരന്മാർ ജനഹൃദയങ്ങളിൽ വലിയ സ്ഥാനമാണ് നേടിയിട്ടുള്ളത്. വളരെ കുറഞ്ഞ മാസങ്ങൾ കൊണ്ടാണ് ഇവരുടെ ഷോർട്സും റീൽസും ഒക്കെ കൊണ്ട് ജനഹൃദയങ്ങളിൽ ഇടം നേടിയിരിക്കുന്നത്. ഈ കുടുംബം എപ്പോഴും ആകർഷണം നേടിയിരുന്നു. ഒരു നല്ല ഫാമിലി, നല്ലൊരു കെട്ടുറപ്പുള്ള ഫാമിലി എന്നൊക്കെ ആളുകൾ പറഞ്ഞിരുന്നു. പക്ഷേ ഇതെല്ലാം തകിളമറിയുന്നതാണ്. റീൽസ് അല്ല, റിയൽ എന്ന് പറയുന്നതിലേക്കാണ് കാര്യം എത്തിക്കുന്നത്. പ്രവീൺ പറയുന്നത് തൻ്റെ ഫാമിലിയിൽ നിന്നും തൻ്റെ ഭാര്യ താനും ഒരുപാട് അധികം പ്രശ്നങ്ങൾ നേരിട്ടു എന്നാണ്. ഗർഭിണിയായിരിക്കുന്ന ഭാര്യയെ തൻ്റെ ഫാമിലിയിലുള്ളവർ മർദ്ദിച്ചു എന്നാണ്. അതിന് തെളിവ് സഹിതം കാണിച്ചുകൊണ്ടാണ് പ്രവീൺ രംഗത്ത് വന്നിട്ടുള്ളത്. നമുക്കതൊന്ന് കേട്ടു നോക്കാം. അച്ഛനും അമ്മയും പറയുന്നത് കേൾക്കാൻ പോയി സങ്കടം പറയാം. 2 മക്കൾ ഒരേ രീതി സ്നേഹിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ വളർത്താൻ ആദ്യമേ ഒഴിവാക്കണം. സീരിയസ് എത്ര വശം കൊണ്ടുവേണം. ഞാൻ ഈ വീട്ടിൽ അനുഭവിക്കുന്ന കഷ്ടപ്പാടിൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഇറങ്ങിക്കോട്ടെ. 9 മാസം എനിക്ക് കൊണ്ടിട്ട് ഞാൻ എന്റെ വയറ് അല്ലാതെ ഇതിൽ നിന്നും മനസ്സിലാവുന്നത് റീൽസ് അല്ല, റിയൽ ലൈഫ് എന്നാണ്. ഇവരുടെ റീൽസിലും ഷോർട്സിലും ഒക്കെ കണ്ടിരുന്നത് കുടുംബത്തിൻ്റെ കെട്ടുറപ്പ്, കുടുംബത്തിൻ്റെ സ്നേഹബന്ധങ്ങൾ, ഇത്രയും സ്നേഹമുള്ളൊരച്ഛൻ, ഇത്രയും സ്നേഹമുള്ളൊരമ്മ, അതുപോലെ മരുമകൾ, ഏട്ടൻ, ഇതൊക്കെ സഹോദരൻ, ഇതൊക്കെ കാണിക്കുന്ന ഒരു ചാനലായിരുന്നു ഇത്. എന്നാൽ ഈ കാണിച്ചതൊന്നുമായിരുന്നില്ല സത്യമെന്നാണ് ഇപ്പോൾ തെളിവാവുന്നത്. കൈയൊക്കെ ചതഞ്ഞ് ദേഹം ഫുള്ള് കിട്ടിയതിന്റെ തലയിലൊക്കെ ഇട്ട് എനിക്ക് അന്ന് വന്നവൻ എന്താ നടന്നു പോലും എന്റെ ബാക്കിങ് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ വെച്ചു കൊടുത്തു. അവൻ അടിക്കാൻ വേണ്ടിട്ട് ഇഷ്ടം പോലെ എനിക്ക് എണ്ണമില്ല, എന്നെ അടിച്ച് എനിക്ക് എണ്ണമില്ല. എത്രത്തോളം വയലൻസ് ആണ് എന്റെ വീട്ടിൽ നടന്നതെന്ന്. എന്നിട്ട് ഇത്രയും ഞാൻ സഹിച്ച് ഇത് കഴിഞ്ഞതിന് ശേഷം മുതലേക്ക് അപ്പം തുടങ്ങിയ വൈറ്റുവേനാണ്. അന്ന് തൊട്ട് തുടങ്ങിയ വൈറ്റുവേനാണ്. ഇത് നടന്നതിന്റെ 4 അന്നാണ് മുതലേക്ക് വാട്ടർ ബ്രേക്ക് ആവുന്നത്. എനിക്ക് ആ വീട്ടിൽ ഒരു വില പോലും ഉണ്ടായിരുന്നില്ല. തന്നെ ഒരു അംഗമായി പോലും, ആ വീട്ടിലെ അംഗമായി പോലും അവർ കണ്ടിരുന്നില്ല എന്നാണ് മൃദുല പറഞ്ഞു വെക്കുന്നത്. ആ കുട്ടി എത്രത്തോളം മാനസിക സമ്മർദ്ദങ്ങളാണ് അനുഭവിച്ചത് എന്ന് ഈ വീഡിയോയിൽ തെളിവാകുന്നുണ്ട്. എന്തായാലും അവരിങ്ങനെ ഒരു വീഡിയോ എടുത്തത് വളരെ നന്നായി. കാരണം മറുഭാഗത്ത് അച്ഛനും അമ്മയും അനിയനും കരഞ്ഞു തന്നെയാണ് പറയുന്നത്. അപ്പോൾ പലരും വിശ്വസിക്കും പുതിയ പെണ്ണ് വന്നതിന് ശേഷമാണ് ആ നല്ല ഭംഗിയാർന്ന മനോഹരമായ സ്വർഗമായ കുടുംബം തകർന്നത് എന്ന്. സത്യം ഇവിടെ തെളിഞ്ഞതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് ആളുകൾക്കത് മനസ്സിലായി എന്നതാണ്. ഇവിടെ സന്തോഷമുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ ഇവിടെ മൃദുലയ്ക്ക് താങ്ങായി തണലായി അവളുടെ ഭർത്താവ് പ്രവീൺ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഒരു ആശ്വാസം എന്ന് പറയുന്നത്. ഗർഭിണിയായ ഒരു സ്ത്രീക്ക് പല പ്രശ്നങ്ങളിലൂടെയും ഇനി കടന്നു പോകേണ്ടി വരും. കാരണം പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്ന സിറ്റുവേഷൻസും ഹോർമോൺ ചേഞ്ചുകളൊക്കെ അവർ അഭിമുഖീകരിക്കേണ്ടി വരും. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടിയാകുമ്പോൾ ആ പെൺകുട്ടിയുടെ മാനസിക നില തന്നെ തെറ്റാൻ കാരണമായേക്കാം. എന്തായാലും നല്ല രീതിയിൽ അവർ മുന്നോട്ട് പോകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. മറ്റൊരു കാര്യം കൂടി, ഈ കാർമേഘങ്ങളെല്ലാം അകലും. ഇവരെല്ലാവരും ഒരു രക്തബന്ധമാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഒന്നിക്കും കാർമേഘങ്ങൾ അകലും. ഇത്തരം പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇടാതിരിക്കുന്നതാണ് പരമാവധി നല്ലത്. കാരണം കൊച്ചുകൂടി വിവാഹം കഴിക്കുമ്പോൾ ഇവർക്ക് ചില ബോധ്യങ്ങൾ ഉണ്ടാകും. അങ്ങനെ ഇവർ ഒന്നാകും എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. എന്തായാലും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്